പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. യേശു സിനഗോഗിൽ നിന്നും ഇറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ശിമിയോന്റെയും അന്ത്രയോസിന്റെയും ഭവനത്തിലെത്തി. ശിമിയോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു. അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാച് ബാധിതരായ എല്ലാവരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുക്കളെ പുറത്താക്കി. പിശാചുക്കൾ തന്നെ അറിഞ്ഞതുകൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. അതിരാവിലെ യേശു ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശിമിയോനോടും കൂടെ ഉണ്ടായിരുന്നു വരും അവനെ തേടി പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവൻ പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകാം. അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ടും പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ടും അവൻ ഗലീലയിലുടനീളം സഞ്ചരിച്ചു. ഈ വചനഭാഗത്തിലൂടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യം ദൈവം കാണിച്ചു തരുന്നുണ്ട്. ഒരു സ്ഥലത്ത് മാത്രമല്ല നമ്മൾ രോഗികളെ സൗഖ്യപ്പെടുത്തേണ്ടതും വചനം പ്രസംഗിക്കേണ്ടതും, മറ്റുള്ള സ്ഥലങ്ങളിൽ കൂടി ദൈവത്തിന്റെ വചനം എത്തിച്ചേരണമെന്ന വലിയ സന്ദേശം കൂടി യേശു നൽകുന്നുണ്ട്. യേശു രാവിലെ മുതൽ രാത്രി വരെ പ്രാർത്ഥനയിലും രോഗികളെ സുഖപ്പെടുത്തുന്നതിലും പിതാവായ ദൈവം തന്നിൽ നിന്നും ആവശ്യപ്പെട്ടത് ചെയ്യുന്നതിലും അവിടെ നിന്ന് താല്പര്യം കാണിച്ചു. യേശുവിനെ നമുക്ക് അനുകരിക്കാം. സ്വർഗരാജ്യത്തിന് വേണ്ടി നമ്മൾക്ക് രാവും പകലും പ്രവർത്തിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.